ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസം ട്രിവാൻഡ്രത്ത് എൻ്റെ നാട്ടിൽ ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തുനിന്ന് വരുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഈ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊങ്കാല ഇടാനായിട്ട് നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, പൊന്നു, മക്കൾ എല്ലാവരുമായിട്ടൊക്കെയാണ് എത്തിയത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരുമല്ലോ, ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ, പൊങ്കാല ഇടാൻ വന്ന കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്ന. അപ്പോൾ അവരോടും ഒരു മീഡിയ ചോദിച്ചു കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഒരു സ്പോട്ട് ഇൻ്റർവ്യൂ പോലെ. അപ്പോൾ അതിനവർ കൊടുത്ത മറുപടി ഇപ്പോൾ വീണ്ടും അവരെ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എയറിലേക്ക് എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് തരത്തിൽ ചോദ്യമായിരിക്കും നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞൻ്റെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനവർ പറയുന്ന മറുപടിയാണ് ആളുകൾ ഇപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കുന്നത്. ഇത് എന്തിനുള്ള പുറപ്പാടാണ് അല്ലെങ്കിൽ എന്തിനുള്ള ചൂണ്ടയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ അമ്മ അതിലെടുത്ത് പറയുന്നുണ്ട്, അവൾ എവിടെ തന്നെ പോയാലും ഞങ്ങളുടെ മകളല്ലാതാകുന്നില്ലല്ലോ എന്ന ഒരു പോയിന്റ് അവിടെ പറയുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ആ സ്പോട്ട് ഇൻ്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എവിടെ പോയാലും നിങ്ങളെ മകളല്ലാണ്ട് ആവില്ല. കുടുംബത്തിൽ സാധിക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥന. ഇത്രയും കാലം ഇത് ഇടാൻ പറ്റാത്തതിനെ കാരണം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. എല്ലാത്തിനും സമയം നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി. കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശാപത്തിലുണ്ട് നമ്മുടെ വീട്ടിലിടാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹിച്ച കാര്യം നടന്നു. നെഗറ്റീവായിട്ട് പറയും, അതറിയാലോ. നാളത്തെ എന്റെ അസുഖത്തെ പറ്റിയിട്ട് കുഞ്ഞുങ്ങളെ വയ്യാണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് പൊങ്കാല അതായത് നേരെ നേർച്ചേട്ടാ. ഇത് പലരും നെഗറ്റീവായിട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോ വേറെ ഒന്നും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം സമയത്തിന്റെ അതുപോലെ നടക്കും, അത്രേ ഉള്ളൂ. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും മിസ് ചെയ്യണോ? പിന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ആൾ ഞാൻ കൂടെ ഇല്ല. അതൊക്കെ ചോദിച്ചു വന്നത് കഴിഞ്ഞ കൊല്ലം കൂടെ ഉണ്ടായിരുന്നാണ്. പ്രശ്നമില്ല, അപ്പൊ എല്ലാത്തിനും മിസ്സിങ്ങാണ് അല്ലേ. പക്ഷേ ഒരു സമാധാനം, ഞാൻ ആരും ഉപേക്ഷിച്ച് പോയിട്ടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നല്ലേ. അവിടെ ആദ്യത്തെ വീട് ഞങ്ങളല്ലേ കാണുക. നമ്മൾ ആഗ്രഹിക്കില്ല, നമ്മുടെ മകളല്ലേ, അപ്പൊ എപ്പോഴും കാണാൻ ആഗ്രഹിക്കില്ല. അപ്പൊ സേഫ് ആണോ എന്ന് ഞങ്ങൾക്ക് എപ്പോഴും അറിയണം. ഞങ്ങൾക്ക് ഷോക്കിംഗ് ആയിരുന്നു. പ്രേക്ഷകർ ഞങ്ങൾ കല്യാണത്തിൽ പോയി വന്നപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് ഷോക്കിംഗ് ആയിരുന്നു. അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി, നമുക്ക് നല്ലതല്ല. എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച മാതിരി നടന്നിട്ടില്ല, അപ്പൊ നമുക്ക് നല്ലതല്ല. ഇനി എല്ലാം താനെ വഴി കാണാം, അത്രേ ഉള്ളൂ. എല്ലാം സേഫ് ആയിരിക്കട്ടെ എന്ന് വലിയ ദൈവത്തോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അപ്പൊ ഞങ്ങൾ എല്ലാവരും കണ്ടു. അവള് കണ്ടു, ഞാൻ കണ്ടു. കല്യാണമൊക്കെ സാധിക്കുള്ളൂ. അവർക്ക് നമ്മളെ പറ്റി ഒന്നും അറിയാം. കമന്റ് നോക്കാൻ ആർക്കും ഞങ്ങളെ പറ്റി അറിയില്ല. നല്ലത് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ മനസ്സിലായത് നമുക്കറിയാം അല്ലേ. അങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ അറിയിക്കരുത്, ഇനി ചിലപ്പോൾ കരഞ്ഞു പോകും. അത് അതാ പറയുന്നത്, ഇനി എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ നമുക്ക് ടെൻഷനാണ്. എന്നും ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഷോ കാണുന്നില്ല. അത് നമ്മൾ സേഫ് ആവാറില്ല. ഞാൻ എൻ്റെ പോലെ സേഫ് ആവാനിരിക്കാം. അവിടെ എവിടെ പോയാലും ഞങ്ങളെ മകളല്ലാണ്ട് ആവില്ല. ഒന്നും പറയാ ആളല്ല. ഞാൻ ഒന്നും പറയണില്ല, ആ കേസിൽ ഒന്നും പറയണില്ല. എന്ത് പറയാം, നമുക്ക് തിരിച്ചറികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവൾക്കും കുറെ നെഗറ്റീവ് വരികയാണ്. അപ്പൊ അത് ആരും ഉണ്ടെന്നല്ല, നല്ലതൊക്കെ നടക്കുമ്പോൾ എവിടെയൊക്കെ നമുക്ക് തമ്മിൽ കാണാം അല്ലേ. എല്ലാ വർഷവും നിങ്ങൾ എനിക്ക് കാണണം, എനിക്ക് നിങ്ങൾ കാണണം. ഓക്കെ, ഓട്ടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴും ഈ അവർ പറയുന്ന ഉത്തരം കൊടുക്കുന്നത് കേട്ടപ്പോഴും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
അപ്പോൾ അതിൽ ഞാനൊരു വീഡിയോയിൽ കണ്ട ഈ വീഡിയോയുടെ കമൻറ്റ്സ് ഞാൻ ഒരുപാട് വായിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം പൊന്നു പോയപ്പോൾ ഇവരെ ചാനലിൽ വന്നിരുന്ന പൊന്നുവിനെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. കാരണം അച്ഛനും അമ്മയാണ്, മക്കളുടെ വിവാഹം കാണാനായിട്ട് കൊതിക്കും. അപ്പോൾ അങ്ങനെ മകൾ ചെയ്തപ്പോൾ ഉണ്ടായ ദേഷ്യത്തിന് അവർ വന്ന് പറയുന്നതായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ, മറ്റുള്ളവരെ അച്ഛനും അമ്മയും പറയുമ്പോൾ മറ്റുള്ളവരവരെ അത്രയും തരംതാണ ഒരു ഫാമിലി ആയിട്ട്, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പൊന്നുവിനെ കുറ്റം പറഞ്ഞു തിരിച്ചു കയറ്റി. ഇപ്പോൾ പൊന്നുവാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മകളും അവരുടെ ഭർത്താവും മരുമകനും. അപ്പോൾ ഇപ്പോൾ കുഞ്ഞൻ പോയപ്പോൾ എന്താ, കുഞ്ഞനെയും ഒരുപാട് കുറ്റങ്ങൾ ചാനലിലൂടെ പല പല കാര്യങ്ങൾ വെളിപ്പെടുത്തലുകളൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് പൊന്നൂനെ പറഞ്ഞു തിരിച്ചു കയറ്റി, ഇന്നിപ്പോൾ കുഞ്ഞനെ പറഞ്ഞു. കുഞ്ഞനെ തിരിച്ചു കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സ്പോട്ട് മറുപടിയിലൂടെ കൊടുക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ എടുത്ത് പറയുന്നുണ്ട്, അവളെവിടെ പോയാലും ഞങ്ങളുടെ മകളല്ലാതെ ആവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്. മക്കൾ എവിടെ പോയിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും അച്ഛനും അമ്മയ്ക്കും അത് എന്നും മകളും മകനും തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇവരുടെ ചാനലിലൂടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ ഇവരെ ഇത്രയും ഹരാസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ റിയൽ ലൈഫ് അല്ല, നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരല്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്നവരല്ല യഥാർത്ഥ ലൈഫിലുള്ളത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഈ രണ്ട് പെൺമക്കളും കുറച്ച്, അതായത് ഇവരുടെ കാര്യങ്ങൾ പറയേണ്ടത് മാത്രം വന്ന് പറയുക, അല്ലാതെ അന്ന് നടന്ന കാര്യം പണ്ട് നടന്ന കാര്യമൊക്കെ വന്നിരുന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് മറ്റുള്ളവർ അവരെ തരം താഴ്ന്ന രീതിയിൽ അവരെ എടുക്കും. അതാണ് ഇപ്പം നമുക്ക് അവരുടെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസ് കണ്ടാലും മനസ്സിലാക്കാവുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ്, നല്ല സന്തോഷമുള്ളൊരു ഫാമിലി, 4 മക്കൾ, അച്ഛൻ അമ്മ. അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം എപ്പോഴും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലി. അപ്പം ചില സമയത്തെ ഈ സംസാരങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.